അങ്ങനെ ആ വെയിലത്തുള്ള ഞങ്ങളുടെ മ്യൂസിയം കാണലുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ചോറുണ്ണാനായിട്ട് പോയി. നല്ല ഉച്ച സമയമായി, നല്ല വെയിലും നല്ല വിശപ്പും ഒക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ പോയി. ചോറുണ്ട് കഴിഞ്ഞ് പിന്നെയും കുറേ മ്യൂസിയങ്ങളുണ്ടായിരുന്നേ. പക്ഷേ ഈ രാവിലത്തെ ഈ വെയിൽ കൊണ്ടുള്ള നടപ്പല്ലായിരുന്നു. അപ്പോൾ അത് കാരണം മ്യൂസിയം കണ്ടവർക്കൊക്കെ മടുത്തേ. അങ്ങനെ പിന്നെന്തോ ചെയ്തു, ഞങ്ങൾ നേരെ ചെന്നൈക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ചെന്നൈക്ക് പോയി. അപ്പോൾ എന്താ, ഇത് മറീന ബീച്ചാണേ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. തിരിച്ചു പോരുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നൈയിലേക്ക് പോയി. അപ്പോൾ വഴിയിലുള്ള ചെന്നൈയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ എക്സ്പ്രസ് അവന്യൂ മാളെന്ന് പറഞ്ഞിട്ട് നല്ലൊരു സൂപ്പർ ഒരു മാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആദ്യക്കുട്ടനെയും കൊണ്ട് വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ നല്ല രസമാണ് കാണാൻ. അവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു മാളാണ് എന്ന് പറഞ്ഞു അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവനവിടെ കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ മേടിക്കണം എന്നുള്ളവർക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം. ഞങ്ങളവിടെ ഇറങ്ങും കയറിയില്ല. അപ്പോൾ അവിടെ ഡെക്കാത്തലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ അപ്പൂവിനൊരു ടീഷർട്ടും 2-3 ഷോർട്സും ഒക്കെ മേടിച്ചു. എന്താ തരണ്ടേ? കണ്ട ഇച്ചിരി എടുത്താ മതിയോ? ചെന്നൈയിലെ മാൾ സൂപ്പറല്ലേ? ഡെക്കാത്തലോൺ അപ്പു ഡെക്കാത്തലോണുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. കാണാമോ എന്നെ കാണാമോ? അവനെന്തേ? എന്തേടാ അവന്? എന്തേ അവനെന്തേ? അറിയത്തില്ല, അവൻ അങ്ങോട്ടാ പോയി. ഞാൻ വരാം. ബൈക്ക് ഓടിക്കണോ? ഫ്രണ്ടിൽ നോക്കി ബൈക്ക് ഓടിക്കൂ. എടുക്കടാ, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഓ, ഇത് കാണാല്ലേ? കാർഡ് മറ്റേ ലൈസൻസ് കിട്ടിയ മീൻ ഓടിക്കുന്നത്, ഒറിജിനൽ ലൈസൻസ് കിട്ടിയ
വരുന്നില്ലല്ലേ? മറ്റേ ബൈക്കിൽ പടം വരുവാൻ. കാർ കളിച്ചു. കാർ ഓടിക്കേ, കാർ മുമ്പിൽ നോക്കി ഓടിച്ചു. അരിക്കുട്ടൻ കാർ ഓടിക്കണേ. കഴിഞ്ഞോ? അരിക്കുട്ട ഏത് കാറാ ഓടിച്ചത്? ലംബോർഗിനി. കളിച്ചിട്ട് വണ്ടി ഓടിക്കണ്ടേ? ഗുഡ് നൈറ്റ് ആയി. ഗുഡ് നൈറ്റ് ആയി. ഗുഡ് നൈറ്റ് ആയെന്ന്. ഗുഡ് നൈറ്റ്. ഈവനിങ് ആയി. ഗുഡ് നൈറ്റ്. പോയി മുത്തശ്ശിയൊക്കെ പോയി. കാവിലെ അങ്ങനെ ഞങ്ങൾ മാളിലെ കളിയും കാഴ്ചകളും എല്ലാം കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് രാത്രിയിൽ ആഹാരവും കഴിച്ചിട്ട് അന്ന് അവിടെ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് അന്ന് കറങ്ങാനിറങ്ങിയത്. അന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവരെ ഒഴിവാക്കി ഞങ്ങൾ മാത്രമായിട്ട് പോയി. ആകെ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ദിവസമല്ലേ വിശ്രമിക്കാൻ. അങ്ങനെ അവരെ വിശ്രമിക്കാൻ അനുവദിച്ച് വെച്ച് ഞങ്ങൾ മാത്രം കറങ്ങാനിറങ്ങി. ചെന്നൈയിലെ റിച്ചി സ്ട്രീറ്റ് ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് കാറിൻ്റെയൊക്കെ ആക്സസറീസ്, അതുപോലെ ഇതിന് വേണ്ടുന്ന കുറേ ടൂൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് ഈ സ്ട്രീറ്റിൽ. കണ്ടോ? അപ്പോൾ അത് തിരക്കി വന്നതാണ് അച്ഛനും മോനും കൂടെ. എന്തോ കാറിൻ്റെ ലൈറ്റോ ഹോണോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ എനിക്കൊരു പെൻഡ്രൈവ് മേടിക്കണം. കാര്യം ഇപ്പം നമ്മളിങ്ങനെ ഒരു ഇതിന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഈ 2-3 ദിവസത്തെ പരിപാടിയൊക്കെ ടൂറൊക്കെ ആകുമ്പോഴേ നമുക്ക് വീഡിയോ എടുത്താൽ പെട്ടെന്ന് അങ്ങ് നിറയും, സ്റ്റോറേജൊക്കെ തീരും. അപ്പം ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഓരോ ദിവസവും എടുക്കുന്ന വീഡിയോകൾ അതിനകത്തോട്ട് മാറ്റാം. അപ്പം അങ്ങനെ പെൻഡ്രൈവ് മേടിക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് കാണണ്ടേ, അതിന് വേണ്ടി ഇറങ്ങിയതാണ്. നീ അത് നോക്കിയോ ഗൂഗിൾ മാപ്പിൽ? എന്താ ഇത് കടയുടെ പേരിട്ട് കൊടുത്തോ അതോ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അടിച്ചു കൊടുത്തോ? അല്ലടാ, ഇവിടെ നിന്നാണോ പെൻഡ്രൈവ് മേടിക്കും? ശരിയാ, പെൻഡ്രൈവ് ഇവിടെ പെൻഡ്രൈവ് മേടിക്കുന്നത് വിട്ടുപോയി. ഇത്രയും മൊബൈലുകളുടെ കയ്യിൽ അതല്ലേലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമല്ലേ ഓർമ്മ വരും. എന്നെ പറ്റിച്ച് ഏതോ തുണിക്കട ഏതോണ്ട് അത് കൊണ്ടിട്ടിട്ട് കാണിച്ചിട്ട് പറഞ്ഞ് വേറെ കടയാണ്. എന്നിട്ട് ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വന്നേക്കോ. എന്ത് അലക്സ എന്ത് എന്താ
അങ്ങനെ എനിക്ക് പെൻഡ്രൈവ് കിട്ടി ഗേസ്. ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഉടനെ തന്നെ ഒരു പെൻഡ്രൈവ് അങ്ങ് മേടിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. എത്ര 1300 രൂപയെങ്ങാണ്ട് സി ടൈപ്പ് പെൻഡ്രൈവ്. ഇവിടെ വിലക്കുറവുണ്ടെന്നൊക്കെ അവൻ പറയുന്നത്, കമ്പനി സാധനമാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും സാധനം കിട്ടി. തുണിയും അടിക്കാൻ വേണ്ടി പോയതാണ്, തുണി കിട്ടിയില്ലെങ്കിലും പെൻഡ്രൈവ് കിട്ടി. അവൻ്റെ ഒരു ഒമേഗ ഇലക്ട്രോണിക്സ്, ഈ കടയും തിരക്കി അതിനകത്ത് മുഴുവൻ ഇത്രയും സമയം നടന്നത്. ഞാൻ നോക്കിയപ്പോൾ എന്തുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് കത്തുന്നു. അങ്ങനെ ഒമേഗ ഇലക്ട്രോണിക്സ്, അവനെന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ കയറും. അടുത്ത് എല്ലാം ചെറിയ കടയാണ്, പക്ഷേ അതിനകത്തുള്ള സൗകര്യങ്ങളും സാധനങ്ങൾ കയറിയോ. അതിനകത്തിന് നമുക്കൂടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അയ്യോ തള്ളിയിടല്ലേ. കടയ്ക്കകത്ത് കയറിയിരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് കടയുടെ പുറത്ത്. എന്ത് ചെയ്യും ചെറുക്കൻ? ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ഭയങ്കര ഒത്തിരി സാധനങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. ചെറിയൊരു കടയാണ്, പക്ഷേ അതിനകത്ത് നിറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ. അങ്ങനെ അവനവിടെ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുക, ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ഈ സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ഒമേഗയുടെ തന്നെ കമ്പ്യൂട്രോണിക്സ് എന്ന് പറഞ്ഞിരുന്നുണ്ട് അവിടെ. പിന്നെ വേണ്ട ഒമേഗ ഇലക്ട്രോണിക്സ് ഇത്രയും വലിയ ബോർഡുണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങോട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെയായിരുന്നു കട. ഈ സ്ട്രീറ്റ് മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങളാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ നേരത്തെ പോയായിരുന്നു, അവിടെ മൊത്തം തുണിക്കടകളൊക്കെയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള തുണികളൊന്നും അവിടെ ഇല്ല. കാര്യം അവിടെ എല്ലാം മെറ്റീരിയൽസാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് മെറ്റീരിയൽസ് അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ കയറിയില്ല. അവിടുന്ന് നേരെ ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ അവന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. മൊബൈൽ അക്സസറീസ്, പിന്നെ ലാപ്ടോപ്പ്, നെറ്റ്വർക്കിംഗ് പ്രോഡക്ട്സ്, പ്രൊജക്ടർ, CCTV സെക്യൂരിറ്റി സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ട്രീറ്റ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ളവർക്കറിയാം, തകരപ്പറമ്പിൽ കിട്ടത്തില്ലേ എല്ലാ സാധനങ്ങളും, അതുപോലത്തെ ഒരു സ്ട്രീറ്റായത്. നെയിൽ കട്ടർ ചോദിച്ചു. നെയിൽ കട്ടറൊന്നും അല്ലായിരിക്കും പറഞ്ഞു. നിപ്പർ. ഇവിടെ സോൾഡറിങ് എന്ത് സോൾഡറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം തരത്തില്ലോ, ലഡും പേസ്റ്റും ഇല്ലേ? അത് വേറെ മേടിക്കണോ? ശരി, സോൾഡറിങ് ആണ് മേടിക്കാനാണ്. ഇതാണോ സോൾഡറിങ്? എന്ത് ഇതിൻ്റെ കുത്തുന്ന സാധനം എന്ത്? വേറെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടെമ്പറേച്ചർ ഇതിനെത്ര? അത് കുറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിന് വ്യത്യാസം എന്തോ? ഇതിൻ്റെ വയറും മറ്റേ പേസ്റ്റും ഒക്കെ ഉണ്ട്. അതാണ് എടുക്കാൻ പോയത്. ഇത് മേടിക്കാനാണ് മറ്റേ സാധനം തന്നില്ല. അതാണോ വയറിനിപ്പർ എടുക്കാനാണോ പോയത്? നോക്കട്ടെ. കറക്റ്റ് ഇത് തന്നെ. ഇത് തന്നെ സാധനം. അത് കിട്ടി. അവന് വേണമെന്ന് കിട്ടി. വയറ് ഞങ്ങളിപ്പോൾ നാവട്ട തന്നെ എടുക്കുന്നത്. നല്ല രസം, നല്ലതാണ്. ഇതിങ്ങനെ നഖത്തിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഇതായിട്ട് വരും. നെയിൽ കട്ടറിനെ കാട്ടി സൂപ്പറായത്. അതിനെത്ര രൂപയുടെ? അതിനെത്ര രൂപയുടെ? കുത്തി നോക്കുക. പുള്ളിയോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് കൈ വെച്ചേരാൻ.
സോൾഡറിങ് ആയും കിട്ടി, അവന് വേണ്ടുന്നതും കിട്ടി. ഇപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുവാണേ. ദേ ഈ മാമനാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു തരുന്നത്. കുറേ നേരമായി പറഞ്ഞിട്ട് ഇപ്പോഴാണ് കിട്ടി. ഈ മാമന് ദേ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് സോൾഡറിങ് അയണും നിപ്പറും കിട്ടി. ഞങ്ങൾ വയർ കട്ടറാന്നാണ് പറയുന്നത്, പക്ഷേ അത് നഖം വെട്ടാനാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. വയറ് കട്ട് ചെയ്യുന്ന വെച്ച് നല്ല ഭംഗിയായിട്ട് നെയിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളിപ്പോൾ അത് ഉപയോഗിക്കുന്നു. പക്ഷെ അവൻ മേടിച്ചത് വയറ് കട്ട് ചെയ്യാനാണ്, പിന്നെ ഞങ്ങൾ ഇതിനും കൂടി എടുക്കുന്നതെന്നൊക്കെ ഉള്ളൂ. ഇങ്ങനെ അവൾക്ക് വേണ്ടുന്ന സാധനം എല്ലാം കിട്ടി. ഇനി നമുക്ക് അടുത്ത കടയിലോട്ട് പോവാം. അപ്പോൾ ചെറിയ കടയാണെങ്കിൽ എന്താ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഉണ്ടോ. അപ്പോൾ ഇനി അടുത്തടുത്തോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെന്നൈ റിച്ചി സ്ട്രീറ്റിലെ കാഴ്ചകൾ. മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അങ്ങനെ എനിക്കൊരു പെൻ ഡ്രൈവും സെറ്റായി. അപ്പോൾ ഇന്നലെ എൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവൻ ഇന്ന് തന്നെ എനിക്കത് മേടിച്ചിട്ടേ ഉള്ളൂ. ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് പെൻ ഡ്രൈവ് മേടിച്ചു തന്നു. മറ്റേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇന്നെടുത്തു, അത് ഇന്ന് രാത്രിയിലോ നാളെയോ ആയിട്ടെല്ലാം എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് ഫോണിൽ അധികം സ്പേസ് പോകത്തില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള യാത്രകളായതുകൊണ്ട് നമുക്കിങ്ങനെ ഇന്നത്തെ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നാളെ പിന്നെ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഫോണിൽ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൺവെർട്ട് ചെയ്യാൻ നേരം സ്പേസ് ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം ഞാൻ ഇന്നലെ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതുകൊണ്ട് അവന് പെൻ ഡ്രൈവ് മേടിച്ചു. അങ്ങനെ പിന്നെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എല്ലാം എടുത്തൊക്കെ അതിനകത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ടാക്കാമല്ലോ. ഞാനവിടെ കാത്തു കെട്ടി വീഡിയോ എടുത്ത് നിന്ന് ബോറടിക്കാതെ അവിടെ നിന്ന് ക്ഷമിച്ച് നിന്നേന് എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഞാൻ അതാ പിന്നെ ഇവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ട് ഞങ്ങൾക്കുള്ള പൈനാപ്പിൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക. സ്ട്രീറ്റിലെല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കുറേ സാധനങ്ങളൊക്കെ അവർക്ക് വേണമെന്നതൊക്കെ മേടിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. അങ്ങനെ എന്നെ അവരൊരു ടെക്സ്റ്റൈൽസിലേക്ക് കയറ്റി കേട്ടോ. അപ്പം നിതീഷും അഞ്ജലിയൊക്കെ പറഞ്ഞായിരുന്നു ഇത് നല്ല ടെക്സ്റ്റൈൽസാണ്, ഇവിടെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതനുസരിച്ച് ഞങ്ങളിവിടെ കയറി. ഗൈസ് ഇതിനകത്തോട്ട് കയറിപ്പോയ അച്ഛനെയും മോനെയും കാണുന്നില്ല. ചെന്നൈയിലെ ശരവണ സ്റ്റോഴ്സാണ്. എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഞാനിപ്പോഴല്ല ഇതിനകത്ത് ഞാൻ വന്നിട്ട് ഒരുപാട് സമയമായി. ഞാനതേ അത് മാത്രം മേടിച്ചു, കുറച്ച് സാധനം മേടിച്ചു. ഞാൻ തിരിച്ചിറങ്ങി. പക്ഷേ ഒരച്ഛനും മോനും ഇതിനകത്ത് കയറി പോയിട്ട് മണിക്കൂറുകളായി, കാണുന്നില്ല കേട്ടോ. ഇതിനകത്താണ് തിരക്ക് കണ്ടോ, ഭയങ്കര തിരക്കാണ്. അതേ വന്നു. അങ്ങനെ 2-3 മണിക്കൂറത്തെ ഷോപ്പിങ്ങിന് ശേഷം കൈ നിറച്ച്. എന്തുപാടെ ഒരുപാട് സാധനം മേടിച്ചോ? തുണിയൊക്കെ വേണം. ഇനി വേറെ എവിടെയൊക്കെ തുണികളുണ്ട്. ഓ ഇനി ഒന്നും വേണ്ട, പോയേക്കാം. ഇതോ പിന്നെ ഇത് കോംപ്ലിമെന്ററി അതോ അതാ.
അതാ അവർ ഇതുപോലെ ലോക്ക് ചെയ്ത് തരും. എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എല്ലാം മുറിച്ച് തരും. കണ്ട സാധാരണ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കളറ് കേട്ടോ. ഇത് ഇവിടുത്തെ യൂണിഫോമാടാ ഇത്. സാധാരണ പെണ്ണുങ്ങളല്ലേ കടയ്ക്കകത്ത് കയറുന്നു, ആണുങ്ങൾ വെളിയിലിരിക്കുന്നു. ഇവരിതേ കടയ്ക്കകത്തായിരുന്നു, ഞാനിവിടെ ഇരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാം കിട്ടി തിരിച്ചു പോവാണേ. ഉണ്ടോ ഒരു ചുമട് സാധനം മേടിച്ച് ഇനി എങ്ങനെ വിളിച്ചുകൊണ്ട് പോട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് വരാൻ എനിക്കൊരു